ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പ്ലാറ്റോ അക്കാദമി ഈ വർഷത്തെ +2 കെമിസ്ട്രി സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾക്കായിട്ട് ഒരു കോഴ്സ് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജൂൺ 12-ാം തീയതി ആണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ എങ്ങനെയൊക്കെയാണ് മാർക്ക് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പാസ്സാവാൻ വേണ്ടി ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, എങ്ങനെയാണ് അവർ പഠിക്കേണ്ട സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു +2 കെമിസ്ട്രി സിലബസ് ആണ്. സിലബസ് നമുക്കറിയാം, ടോട്ടല് 10 ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 10 ചാപ്റ്ററുകളിൽ വെയിറ്റേജുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിൽ വേണം നമ്മൾക്ക് പഠിക്കേണ്ട സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ചാപ്റ്ററായിട്ട് സൊല്യൂഷനിൽ നിന്ന് 8 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 9 മാർക്ക് വരുന്നുണ്ട്. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 9 മാർക്ക് വരുന്നുണ്ട്. കുറച്ച് ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ നിന്ന് വെയിറ്റേജ് കൂടുതലാണ്. അതുപോലെ DNF ബ്ലോക്ക് എലമെന്റ് 6 മാർക്കേ വരുന്നുള്ളൂ. അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ഓർഗാനിക് ഭാഗത്തേക്ക് വരുമ്പോൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അലീൻസിന് 7 മാർക്ക് വരുന്നുണ്ട്. ആൽക്കഹോൾ ഫീനോൾസ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 8 മാർക്കാണ് വരുന്നത്. ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, 11 മാർക്കാണ് അവിടെ നിന്ന് വരിക. അതുപോലെ അമീൻസിൽ നിന്നും അതുപോലെ ബയോമോളിക്യൂൾസിൽ നിന്നും 5 മാർക്ക് വീതമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ നമ്മൾ പഠിക്കണം, ഈ വെയിറ്റേജിന്റെ ബേസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, കൂടുതൽ മാർക്ക് അതിൽ നിന്നാണ് വരിക. അതുപോലെ കെമിക്കൽ കൈനറ്റിക്സ് പോലുള്ള ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും അത് വളരെ 9 മാർക്കോളം അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ചൊക്കെ നോക്കിയിട്ടുള്ള ചാപ്റ്ററുകളിൽ നന്നായിട്ട് പഠിക്കാം. അതിൽ നിന്നുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓർഗാനിക് ഭാഗത്ത് കൂടുതൽ കുട്ടികൾക്ക് ഓർഗാനിക് ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. അതുപോലെ നെയിമിംഗ് റിയാക്ഷൻസ്, അവിടെ പഠിച്ചു വെക്കേണ്ട നെയിമിംഗ് റിയാക്ഷൻസുകളുണ്ട്. അതൊക്കെ നമ്മൾ കോഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനൊക്കെ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ നെയിമിംഗ് റിയാക്ഷൻസും നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ എക്സാം നമുക്ക് പാസ്സായി അല്ലെങ്കിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നോക്കിയാൽ അറിയാം, സൊല്യൂഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ ടേമുകളായിട്ടുള്ള മൊളാലിറ്റിയും അതുപോലെ മോൾ ഫ്രാക്ഷനും, ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു മൊളാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ നമുക്കറിയാം ഹെൻറീസ് ലോ ഉണ്ട്. ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഡിഫൈൻ ചെയ്യാനും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പോയിന്റുകളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ വേറെ റോൾസ് ലോ ഉണ്ട്. റോൾസ് ലോയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിച്ചു വെക്കണം. അവിടെ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനൊക്കെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുമുണ്ട്. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റും എലിവേഷൻ പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിച്ചു വെക്കുക. അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വന്ന് കാണാറുണ്ട്. അതൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ വാൻ ഹോഫ് ഫാക്ടറുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. അബ്നോർമൽ മോളാർ മാസ് എപ്പോഴും ചോദ്യങ്ങൾ കാണാറുള്ള ഒരു ന്യൂമറിക്കലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ ഇടയ്ക്കൊക്കെ ചില പേപ്പറൊക്കെ നോക്കുമ്പോൾ അസിയോട്രോപ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ 1 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അസിയോട്രോപ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, ഹെൻറീസ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി നമുക്ക് നോക്കിയാൽ അറിയാം, മെയിനായിട്ട്
നമുക്ക് അവിടെ EMF ഓഫ് സെല്ല്, അതുപോലെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഗാൽവാനിക് സെല്ലിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഗാൽവാനിക് സെല്ലും പഠിച്ചു നോക്കുക. അതിൽ ഡൈനാമിക് സെല്ലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ളത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു നോക്കുക. അതുപോലെ നേഴ്സ് ഇക്വേഷന് പഠിച്ചു നോക്കുക. അത് ഇക്വേഷന് നമുക്ക് വെച്ചിട്ട് ഗാൽവാനിക് സെല്ലിനൊക്കെ ഡിറൈവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ നമുക്ക് സെൽ EMF കാൽക്കുലേഷൻ, EMF കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മോളാർ കണ്ടക്ടൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ കോളിഷ്യസ് ലോ, അതിന്റെ അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോളിഷ്യസ് ലോ. അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഫാരഡേസ് ലോ, ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഫാരഡേയുടെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ലൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഫ്യൂവൽ സെല്ല്, H2O2 ഫ്യൂവൽ സെല്ല്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നേരത്തെ പറഞ്ഞ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഡിഫറൻസ് ഒക്കെ ചോദ്യമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട നല്ലൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ റേറ്റുമായി ബന്ധപ്പെട്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, അതുപോലെ റേറ്റ് ലോ എക്സ്പ്രഷൻ പഠിക്കണം. അതുപോലെ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഓർഡർ മോളിക്കുലാരിറ്റി, അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതിൽ 0 ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന് വരാറുണ്ട്. അത് നമ്മളൊന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ ഹാഫ് ലൈഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനും നമ്മൾ ഇക്വേഷനിൽ വരാറുണ്ട്. അതുപോലെ അരീനസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒന്നാണ് ആക്ടിവേഷൻ എനർജിയും കൊളീഷൻ തിയറിയും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കൊളീഷൻ തിയറിയും ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ഒന്നും. പക്ഷേ അരീനസ് ഇക്വേഷൻ വരെ നന്നായിട്ട് എന്ത് ചെയ്യണം, അതിൽ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഉള്ളത് D&F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ വെയിറ്റേജ് കുറവാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അതിൽ D ബ്ലോക്ക് എലമെന്റ്സിന്റെ മെയിനായിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മെയിൻ ആയിട്ട് മാറി വരുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതിൽ വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് 5 പ്രോപ്പർട്ടീസേലും മിനിമം അതിലൊന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും കണ്ടുവരുന്നതാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ പിന്നെ നമുക്ക് ചോദിക്കാറുള്ളതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ക്രോമേറ്റ് K2Cr2O7 KMnO4 പ്രിപ്പറേഷൻ ആൻഡ് യൂസ്, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വരാറുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. KMnO4 K2Cr2O7 ബന്ധപ്പെട്ട സ്ട്രക്ചർ, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ യൂസുകളൊക്കെ ഒന്ന് നോക്കി വെക്കും. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി അത് അടുത്തതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് ചോദ്യങ്ങൾ മെയിനായിട്ട് കണ്ടുവരുന്നത്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ അതിൻ്റെ IUPAC നെയിം എഴുതാൻ ചോദിക്കാറുണ്ട്. IUPAC നെയിം പഠിച്ചു വെക്കണം. കോർഡിനേഷൻ കോമ്പൗണ്ട് IUPAC നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വെർണേഴ്സ് തിയറിയും IUPAC നോമെൻക്ലേച്ചറും നന്നായിട്ട് പഠിച്ചു വെക്കണം നമ്മൾ. അതുപോലെ ഐസോമെറിസം എപ്പോഴും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. ഐസോമെറിസം പഠിച്ചു വെക്കുക. അതിൽ ജിയോമെട്രിക്കൽ, ഒപ്റ്റിക്കൽ അയണൈസേഷൻ ഐസോമെറിസം, അതിൻ്റെ എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ VBT, അവിടെ CFTയും VBT തിയറീസും നന്നായിട്ട് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഓഫ് കോംപ്ലക്സ്, സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് പഠിച്ചു വെക്കുക. പിന്നെ ചെറിയ അപ്ലിക്കേഷൻസ്, അതിന് കുറച്ച് കോമ്പൗണ്ടുകളും ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, സിസ്പ്ലാറ്റിൻ പോലുള്ള അത് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നതും നല്ലതാണ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് അത്രയെങ്കിലും നമ്മൾ നോക്കി വെക്കണം. ഇനി അടുത്തതാണ് ഓർഗാനിക്കിലേക്ക് വരികയാണെങ്കിൽ ഹാലോ ആൽക്കൈൻസ്, ഹാലോ അരിൻസ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിലെല്ലാം ഓരോ ചാപ്റ്ററിലുള്ള മെയിൻ ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് നമ്മളിതിൽ എഴുതിയിട്ടില്ല, അത് എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം.
അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട SN1 SN2 മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദ്യം റിപ്പീറ്റഡ് ആണ്. SN1 SN2 മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാം. അതുപോലെ E1 E2 എലിമിനേഷൻ റിയാക്ഷൻസ് പഠിച്ചു വെക്കണം. ഇതുപോലെ നമ്മുടെ ഹാലോഅരീൻസിന്റെ റിയാക്ഷൻസ്, അതിൽ ന്യൂക്ലിയോഫിലിക്കും ഇലക്ട്രോഫിലിക് റിയാക്ഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ DDT ഫ്രീയോൺ പോലെ DDT ഫ്രീയോൺ ഒന്ന് പഠിച്ചു വെക്കുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്രീനാർഡ് റിയേജന്റുമായി ബന്ധപ്പെടുത്തതിന്റെ പ്രിപ്പറേഷനും അതിന്റെ കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളും. ഇതുകൂടാതെ നമുക്ക് ഒരുപാട് നമ്മുടെ റിയാക്ഷൻസും കാര്യങ്ങളും നെയിമിങ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സാൻഡ്വെയർ റിയാക്ഷനും ഫിംഗൽസിനും വേർഡ്സും ഒക്കെ നമ്മളിതിൽ പഠിച്ചു വെക്കേണ്ട റിയാക്ഷൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് കൺവേർഷൻസും റിയാക്ഷൻസും ഒക്കെ ഓർഗാനിക്കിൽ സെപ്പറേറ്റ് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് ആൽക്കഹോൾ ഫീനോൾസ് ഈതേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പ്രിപ്പറേഷൻ, ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനും അതുപോലെ റിയാക്ഷൻസും ഒക്കെ പഠിച്ചു വെക്കണം. അതുപോലെ ആസിഡിക് നേച്ചർ ഓഫ് ഫീനോൾ, അതിന്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈതേഴ്സിന്റെ വില്യംസൺ സിന്തസിസ്, ലൂക്കാസ് ടെസ്റ്റ് പഠിക്കണം. പിന്നെ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, നമുക്ക് തന്നാൽ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി എങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ ഫീനോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് നമ്മളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 11 മാർക്കാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പഠിക്കണം. നമ്മൾ വിട്ട് കളയരുത് ഓർഗാനിക്. അതിൽ നിന്ന് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കാൻ. നെയിമിംഗ് റിയാക്ഷൻ സെയിലും മിനിമം പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് അതിൽ കുറച്ച് ലോസും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ പഠിച്ചു വെക്കുക. പിന്നെ ആൾഡോൾ കണ്ടൻസേഷൻ, കാനിസാറോ റിയാക്ഷൻ പഠിച്ചു വെക്കുക. അതുപോലെ നമ്മുടെ അസിഡിറ്റി, നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷൻ അസിഡിറ്റി, അതുപോലെ എക്സ്റ്റെറിഫിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതുപോലെ ക്ലെമൻസൺ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതൊക്കെ നെയിമിംഗ് റിയാക്ഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ 2 ഫില്ലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അവിടെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് അമീൻസ്. അമീൻസിൽ നമുക്ക് അമീൻസിന്റെ ബേസിക് ക്യാരക്ടേഴ്സ്, അതിന്റെ കമ്പാരിസൺസ്, അമീൻസിന്റെ കമ്പാരിസൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അതിൽ ഒരുപാട് കൺവേർഷൻസ് നമുക്ക് ഇതിലുണ്ട്. അതുപോലെ പ്രിപ്പറേഷൻസിൽ നമുക്ക് ഗബ്രിയേൽ സിന്തസിസ്, ഹോഫ്മാൻ ബ്രോമൈഡ് സിന്തസിസ്, അതുപോലെ നമ്മുടെ ഒരുപാട് റിയാക്ഷൻസ് ഇതിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഡയസോണിയം സോൾട്ടിന്റെ റിയാക്ഷൻ, സിന്തസിസ്, സിന്തറ്റിക് യൂട്ടിലിറ്റി ഒക്കെ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. ഡയസോണിയം സോൾട്ടിന്റെ, അതുപോലെ കപ്ലിംഗ് റിയാക്ഷൻസും അസോഡൈ ഫോർമേഷനും ഒക്കെ നമ്മളിവിടെ ഒന്ന് പഠിച്ചു. അമീന്റെ ഭാഗം നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ് അമീൻസ് എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ്, നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ബയോമോളിക്യൂൾസിൽ മെയിൻ ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ അതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓപ്പൺ റിംഗ് സ്ട്രക്ചർ, അനോമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഡൈസാക്രൈഡ് ആയിട്ടുള്ള സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഇതിന്റെ സ്ട്രക്ചറുകളും ചോദിക്കാറുണ്ട്. പിന്നെ അമിനോ ആസിഡുമായി ബന്ധപ്പെടുത്തി അതിന്റെ എസെൻഷ്യൽ പെപ്റ്റൈഡ് ബോണ്ടുകളെ പറ്റിയിട്ട്, പ്രോട്ടീൻ സ്ട്രക്ചറുകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. എൻസൈമുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ മോഡല് നമ്മളോട് ചോദിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ന്യൂക്ലിക് ആസിഡ്, DNA, RNA അതിന്റെ ഡിഫറൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ മോഡല്, വാട്സൺ മോഡല് നമുക്കറിയാലോ, DNA ഒക്കെ മോഡല് പഠിച്ചു വെക്കണം. പിന്നെ വൈറ്റമിൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളവിടെ നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സിലബസിൽ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷെ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം നമ്മുടെ കയ്യിൽ, അപ്പോൾ 12 സ്റ്റാർട്ട് ചെയ്ത് 29-നാണ് നമുക്ക് എക്സാം എന്നറിയാം. ഒരു 16-17 ദിവസമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ആ ദിവസം നന്നായിട്ട് ഈ 10 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച്
അതിന്റെ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കാൻ വേണം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.